നമസ്കാരം. എന്തുണ്ട് വിശേഷം? സുഖമായിട്ട് വേണോ? എന്തിവിടെ ഇരിക്കണേ? ആര് പറഞ്ഞിട്ടാ ഇവിടെ കയറി ഇരിക്കണേന്ന്? കേട്ടൂടെ? എണീക്ക് ഇറങ്ങിപ്പോയാണ്. ഷാരനല്ല, ഷാരോടി പുറകെ അവനാണ്. ആ ചുവന്ന ഷർട്ട് ഉണ്ടാ നാണം ഉണ്ടാടാ നിനക്ക്? ഒന്ന് ഞെളിഞ്ഞിരിക്കണില്ല. എന്തായി? നമ്മുടെ ഓഡിയൻസ് ആയിട്ട് വന്ന ആളാണ്, പുള്ളിയോടാണ് നിങ്ങൾ ഇതൊക്കെ പറഞ്ഞത്. ഒരല്പമെങ്കിലും സ്നേഹനോട് ഉണ്ടാവും ഷാരിക്ക്. നമ്മൾ തമ്മിൽ ഇത്ര എപ്പിസോഡ് ഒന്നും ചെയ്തല്ലേ, എനിക്ക് നിങ്ങളെ സ്നേഹം ഇല്ലാണ്ടിരിക്കുമോ? പക്ഷെ ഒന്ന് ഭയന്നു പോയി, അത്രേ ഉള്ളൂ. പക്ഷെ ഇവനെ ഇവിടെ കേട്ടിട്ട് എനിക്ക് ഒട്ടും ശരിയാവില്ല. പുള്ളി നമ്മുടെ ഓഡിയൻസ് കോർഡിനേറ്റർ കൊണ്ടു നിർത്തിയേക്കുന്നതാണ്. ഇവൻ എൻ്റെ വീടിൻ്റെ അടുത്ത് വന്നിക്കണം, എൻ്റെ അയലന്തരത്തുള്ളവനവൻ, അറിയാമോ? ഇവനിപ്പോൾ ഈ TV ഇതിൽ കയറി ഇരുന്നിട്ട് ഇവനെ ക്യാമറയിൽ കിട്ടി ഇവൻ നാട്ടിൽ മൊത്തം വലിയ സ്റ്റാറായിട്ട് അവിടെ ഞെളിഞ്ഞങ്ങട് നടക്കും. എനിക്കെന്ത് വിലയുണ്ട് അവിടെ ചെല്ലും? പിന്നെ ഷൈൻ ചെയ്യില്ലേ? എനിക്ക് ക്ഷീണമല്ലേ അത്? എന്നാൽ അതെന്നെ ഒന്ന് കാണിക്കണമല്ലോ ഇവിടെ. ഞങ്ങൾ സത്യത്തിൽ ഞങ്ങൾ അടുത്ത കുടുംബമാണ്. എൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ഇവൻ്റെ വീട്. പക്ഷെ ഞങ്ങളുടെ ശത്രുതയാണ്, ആജന്മ ശത്രുക്കളായി മാറിയേക്കണ. ഇപ്പോൾ അറിയോ നിങ്ങളെ പ്രശ്നം എന്നാ? ഇവൻ എൻ്റെ അച്ഛനെ കുറിച്ച് എന്താ നാട്ടിൽ പറഞ്ഞു നടക്കുന്ന വിഷാർക്ക് അറിയാമോ? എൻ്റെ അച്ഛൻ കുരങ്ങൻ്റെ സ്വഭാവമാണ്. എൻ്റെ അച്ഛൻ കുരങ്ങൻ്റെ സ്വഭാവമാണ്. സത്യാവസ്ഥ ഉണ്ടോ അതിൽ? ശരിക്കും അച്ഛൻ ആരുടെ സ്വഭാവമാണ്? വിഷാരുടെ അച്ഛൻ നല്ല തങ്കപ്പെട്ട സ്വഭാവമാണ്. എൻ്റെ സ്വഭാവമാണ് അച്ഛന്. എന്നെ വാർത്ത വെച്ചേക്കണ അച്ഛനാ. അപ്പൊ പിന്നെ അച്ഛൻ ഇവന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ പോരെ? എന്തൊക്കെ പറഞ്ഞാലത് ഞാൻ നടപടിയാക്കണ കേസല്ലത്. ഞാനൊരു കാര്യം കൂടി പറയാം. ഞാനിവിടെ ഗ്രൂമിങ്ങിന് വന്നില്ലേ ഫസ്റ്റ് തന്നെ. ഗ്രൂമിങ്ങിന് വന്ന് ഞാൻ നേരെ വീട്ടിൽ പോയി പ്രാക്ടീസ് ചെയ്ത് ഞാൻ വീട്ടിൽ മുറ്റത്തേക്ക് ഇറങ്ങി പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഓരോ സംഭവങ്ങൾ കാണിക്കുമ്പോൾ ഇവൻ അവിടെ നിന്ന് കല്ലെടുത്തെറിയുക. പിന്നെ മാത്രം ഓലപ്പടക്കൂല്ലേ, ഓലപ്പടക്കം കത്തിച്ച് എൻ്റെ മേത്തേക്ക് നിന്ന്. പിന്നെ ഞാൻ ഓടി അകത്ത് കയറും. പിന്നെ ഞാൻ പുറത്തിറങ്ങി ഇവനില്ലാത്ത നോക്കി ഞാൻ കളിച്ചു തുടങ്ങുമ്പോഴേക്കും ഇവൻ പമ്പ് വെച്ചിട്ട് എന്നെ വെള്ളം ചീറ്റിക്കുക. അതും കഴിഞ്ഞ് ഞാൻ ഓടി ഒളിച്ചേക്കും. പിന്നെ ഇവൻ മാറി നേരം വീണ്ടും ഞാൻ വരും. വീണ്ടും ഞാൻ വന്നേരം പെർഫോമൻസ് അങ്ങോട്ട് തുടങ്ങുമ്പോൾ എന്താ ചെയ്യുന്ന, ടേബിൾ ഫാനില്ലേ വേലിക്ക് ഇങ്ങനെ വെച്ചിട്ട് കറക്കി അങ്ങോട്ട് വിട്ട് മുളക് പൊടി എൻ്റെ മുഖത്തേക്ക് കണ്ണിലേക്ക് എറിയിക്കും. അങ്ങനത്തെ അവനാണ് ഈ കയറിയിരിക്കണം. എനിക്ക് സഹിക്കും. ഇവൻ ഇങ്ങനെ എന്നെ റിഹേഴ്സൽ ചെയ്യാൻ സമ്മതിക്കാത്തതുകൊണ്ടാണ് എനിക്ക് ഈ വേദിയിലൊന്നും പെർഫോം ചെയ്യാൻ കഴിയാത്തത്. ചോദിച്ചു നോക്കാനോട്. പുള്ളി റിഹേഴ്സൽ ചെയ്യുമ്പോൾ നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യണത്? സഹിക്കാൻ വയ്യാണ്ട. ഒരു കാര്യം മനസ്സിലായോ? ഞാനും ഇവിടുത്തെ ഗസ്റ്റും ഡയാനയും ഈ ക്രൂ മെമ്പേഴ്സും ഒക്കെ നിങ്ങളൊരാൾ ഇവിടെ ഉള്ളത് കാരണം എന്തോരം സഹിക്കുന്നുണ്ടെന്ന്. എന്നൊരു കാര്യം ചെയ്യാം, നാളെ റിഹേഴ്സലൊന്നും ചെയ്യാത്തൊരു ഐറ്റം ഞാൻ ഇവിടെ കൊണ്ട് തട്ടാം. അയ്യോ അത് വേണ്ട, റിഹേഴ്സൽ ചെയ്തിട്ടേ ഇങ്ങനെ. അപ്പൊ ചെയ്യാണ്ട് കൂടി വന്നു കഴിഞ്ഞാ ഓഹോ മനസ്സിലായി. നിങ്ങളെല്ലാവരും അവൻ്റെ സൈഡാണല്ലേ?